ഇന്ന് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തും. പ്രേക്ഷകർക്കറിയാം. ഇതിൻ്റെ വെളിച്ചത്തിൽ എൻ കൃഷ്ണദാസ് നമ്മോടൊരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, പി കെ കൃഷ്ണദാസ് നമ്മോടൊരു കാര്യം പറയുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നാണ് BJP ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശനം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്. നരേന്ദ്രമോദി ക്രൈസ്തവ നേതാക്കളുമായി ചർച്ച നടത്തിയേക്കുമെന്നും പി കെ കൃഷ്ണദാസ് 24നോട് സൂചിപ്പിച്ചു. എസ് വിജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസ് 24നൊപ്പം ചേരുകയാണ്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ തൃശ്ശൂരിലെ പരിപാടിയുടെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നത് അദ്ദേഹം തന്നെ വിശദീകരിക്കും. ശ്രീ പി കെ കൃഷ്ണദാസ്, ഇത് BJP പ്രചാരണത്തിന്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങായി മാറിയോ? സ്വാഭാവികമായിട്ടുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അടുത്ത മാസം ഒരുപക്ഷെ അവസാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന്റെ മുന്നോടിയായി നടക്കുന്ന ഈ പരിപാടി, അതായത് ഈ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മഹിളാ റാലിയും അതിന് തൊട്ട് മുമ്പുള്ള റോഡ് ഷോവും ഒരു BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു ആരംഭമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമ്മളിങ്ങനെ കടന്നു വരുന്ന ഭാഗത്ത് പലയിടത്തും സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകളും ഒക്കെ കാണുന്നുണ്ട്. ഉറപ്പാണ്, ചതിക്കില്ല, അങ്ങനെയൊക്കെയാണ് അതിലെ വാചകങ്ങൾ. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തൃശ്ശൂരിൽ BJP പ്രഖ്യാപിച്ചതിന് തുല്യമാണോ? അല്ല, BJPക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് അതിൻ്റെതായ ചില വ്യവസ്ഥകളുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഈ തൃശ്ശൂർ പേരുമില്ലെങ്കിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പൊതുസമൂഹം NDA സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപിയെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. കൂടുതൽ മതമേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ കാണുമോ തൃശ്ശൂരിൽ? അങ്ങനെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. നമ്മൾ ചോദിച്ച ഈ ക്രൈസ്തവ നേതൃത്വങ്ങൾ ആരും കാണില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത്തരം ഒരു സാധ്യത കാണുന്നുണ്ടോ താങ്കൾ? അല്ല, നമ്മുടെ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിൽപ്പെട്ട ആളുകൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ കണ്ടേക്കാം. പക്ഷെ അതിന്റെ മൂർത്തമായ ഒരു രൂപം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽഡ് പ്രോഗ്രാം വരുന്നത്. അപ്പം അതിനുശേഷം മാത്രമേ നമുക്ക് അദ്ദേഹം ആരൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇന്ന് ഈ വേദിയിൽ പ്രധാനമന്ത്രിയോടൊപ്പം അപ്രതീക്ഷിതമായി ചില അതിഥികൾ ഉണ്ടാകും എന്ന് BJP നേതാക്കളൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? അല്ല, അപ്രതീക്ഷിതമായിട്ടല്ല. ഞങ്ങൾ ഇന്ന് സ്ത്രീ ശക്തിയുടെ ഒരു വിരാട് രൂപമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശ്ശൂരിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ മഹിളാ മഹാറാലി. അതായത് കേരളത്തിലെ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്നുള്ളതാണ് അതിൻ്റെ മുദ്രാവാക്യം. അതിൽ സ്വാഭാവികമായിട്ടും സ്ത്രീ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ചില ആളുകളൊക്കെ ഇവിടെ മോദിജിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നൊരു പക്ഷേ കണ്ടേക്കാൻ സാധ്യതയുണ്ട്. വളരെ നന്ദി ശ്രീ പി കെ കൃഷ്ണദാസ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലെ സന്ദർശനത്തോടെ BJP അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നു എന്നത് ഏറെക്കുറെ ഉറപ്പിക്കാം. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവും ഏറെക്കുറെ പാർട്ടിയും ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ്. ഒപ്പം പ്രധാനമന്ത്രി ഇന്ന് ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തുന്നു, ക്രിസ്മസ് ദിനത്തിലെ വിരുന്നിന് തുടർച്ച കേരളത്തിൽ ഉണ്ടാകുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. അത് ഉച്ചയോടുകൂടി അക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരിക്കും. ഷെരീഫ് കോയ മോഹൻ ഒരു കാര്യം തിരുത്തുന്നു. ഇന്നലെ ടോക്കിയോയിലുണ്ടായ വിമാനാപകടത്തിൽ 6 പേർ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. 5 പേരാണ് മരിച്ചത്. അതിൻ്റെ പൈലറ്റ് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല എന്നത് ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി തൃശ്ശൂരിലേക്ക് തന്നെ, തൃശ്ശൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി എസ് വിജയകുമാർ ചേരുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് അദ്ദേഹത്തിൻ്റെ സന്ദർശനവും അദ്ദേഹത്തിൻ്റെ സമ്മേളനവും ഒക്കെ വിപുലമായി കവർ ചെയ്യാനെത്തിയ പ്രതിനിധികളിൽ ഒരാളാണ് എസ് വിജയകുമാർ. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ തൃശ്ശൂരിൽ ആകെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ വനിതാ മഹാസമ്മേളനത്തിൽ 2 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നതാണ് BJP അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ആ നിലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തേക്കിൻകാട് മൈതാനിയിലേക്ക് ഉച്ചയോടുകൂടി സ്ത്രീകൾക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തും എന്നാണ് ഇപ്പോൾ സംഘാടകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ 1 കിലോമീറ്റർ ദൂരത്തിലാണ്. ജില്ലാ ജനറൽ ആശുപത്രി മുതൽ സമ്മേളന വേദിയായ നായ്ക്കനാൽ വരെ ഉള്ള 1 കിലോമീറ്റർ ദൂരം അത് ബാരിക്കേഡ് വെച്ച് പ്രത്യേകം തിരിച്ചിട്ടുണ്ട്.
അതിന്റെ ഇരുവശത്തും ആളുകൾക്ക് നിൽക്കാം, പക്ഷേ അവരെ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തിവിട്ടായിരിക്കും അവിടേക്ക് പ്രവേശിപ്പിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും നിലവിൽ വരും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ രാഷ്ട്രീയ ഒരു സംഭവമാക്കി മാറ്റും എന്നാണ് BJP സംസ്ഥാന നേതൃത്വം ഇതിനോടകം അവകാശപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് സംസാരിച്ചപ്പോൾ അത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പൊതുസമ്മേളനവും റോഡ് ഷോയും അത് തന്നെയാണ് BJP കേരളത്തിൽ പ്രധാനമന്ത്രി വരുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് BJP എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ കരുതുന്ന തൃശ്ശൂരിൽ അതിന്റെ തുടക്കം ഇടുന്നു എന്നത് രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. നേരത്തെ BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലമായി BJP എപ്പോഴും കരുതിയിരുന്നത് തിരുവനന്തപുരമാണ്. പക്ഷേ തിരുവനന്തപുരത്തിനപ്പുറത്തേക്ക് BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി തൃശ്ശൂരിനെ മാറ്റിയെടുക്കാൻ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൊണ്ട് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം വീണ്ടും ഇവിടെ മത്സരിക്കുമ്പോൾ അത് കുറെ കൂടി അനുകൂലമാകും ഘടകം സാഹചര്യങ്ങളാകെ എന്നാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തിനേക്കാൾ വലിയ ശ്രദ്ധ ഇത്തവണ തൃശ്ശൂരിന് BJP നൽകുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് വസ്തുത. അതുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നു. ഒരു റോഡ് ഷോ അദ്ദേഹം ഇവിടെ സംഘടിപ്പിക്കുന്നു എന്നത് ദേശീയ നേതൃത്വം BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പ് ഈ മണ്ഡലത്തിന് നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. BJPയുടെ ദേശീയ നേതൃത്വം നേരിട്ട് തന്നെ ഈ തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിന്റെ പിന്നിലുണ്ടാകും എന്നൊരു സന്ദേശം സംസ്ഥാന നേതൃത്വത്തിന് ഇതിനോടകം തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ കേരളത്തിലെ ആദ്യ പരിപാടി തൃശ്ശൂരിൽ തന്നെ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വനിതകളെ BJP വോട്ടർമാർ എന്ന നിലയിൽ വലിയ തോതിൽ ലക്ഷ്യമിടുന്നത് സ്ത്രീ വോട്ടർമാരെ തന്നെയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്ത്രീ വോട്ടർമാരിലേക്ക് കൂടുതൽ എത്തുക എന്നതാണ് BJPയുടെ നയം. നരേന്ദ്രമോദി സ്ത്രീകൾക്കിടയിൽ, അതായത് വനിതാ വോട്ടർമാർക്കിടയിൽ ഒരു ജനപ്രിയ നേതാവാണ് എന്നതാണ് BJPയുടെ ആഭ്യന്തര സർവേകളിലൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം വോട്ടർമാരെ പരമാവധി BJPയോടൊപ്പം നിർത്തുന്നതിന് വേണ്ടി ഒരു വനിതാ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തത്. വനിതാ സംവരണ ബില്ല്, അതുപോലെ BJPയുടെ പല വെൽഫെയർ പദ്ധതി, ക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ വനിതകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഉജ്ജ്വല സ്കീം, അതുപോലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കല്, ഇതൊക്കെ വനിതകൾക്ക് വേണ്ടി, മുദ്രാ ലോൺ, അതിലൊക്കെ വനിതകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതൊക്കെ ലക്ഷ്യം വെക്കുന്നത് വനിതാ വോട്ടർമാരെ തന്നെയാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് കൂടുതൽ ഇടപെടുക, കൂടുതൽ കടന്നു ചെല്ലുക, അങ്ങനെ കേരളത്തിൽ സാന്നിധ്യം ഉറപ്പിക്കുക, LDFനും UDFനും ബദലായി ഒരു മുന്നണി എന്ന നിലയിൽ ഇവിടെ NDA മാറ്റുക തുടങ്ങിയ തീരുമാനങ്ങൾ, തുടങ്ങിയ നീക്കങ്ങളൊക്കെയാണ് ഇതിന് പിന്നിലുള്ള. എന്തായാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം, അതിൽ അദ്ദേഹം ഊന്നുന്ന രാഷ്ട്രീയ വിഷയം എന്താണ്, അദ്ദേഹം ആരെയൊക്കെ കാണുന്നുണ്ട്, വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം എത്ര പ്രമുഖർ അണിനിരക്കും എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകൾ അതിനൊക്കെ ഉത്തരം ലഭിക്കും. SK ഇവിടെ നിന്ന്. ഓക്കെ, താങ്ക് യു. വിജയകുമാറാണ് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് നിന്ന് നമുക്കിപ്പം ചേർന്ന്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.